സൗദി റീറ്റെയിൽ ഫോറത്തിൽ സൗദി ലുലു ഗ്രൂപ്പിന് ഇരട്ട അംഗീകാരം. റീറ്റെയിൽ രംഗത്തെ ലുലുവിന്റെ പ്രവർത്തന മികവും റീറ്റെയിൽ രംഗം ആധുനികവൽക്കരിക്കുന്നതിന് അർപ്പിച്ച സംഭാവനകളും മുൻനിർത്തിയാണ് അംഗീകാരങ്ങൾ. പുരസ്കാര നേട്ടം സൗദിയിൽ ലുലുവിന്റെ 100 ഔട്ട്ലെറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വേഗത്തിലാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. റിയാദിൽ നടന്നുവന്ന സൗദി റീറ്റെയിൽ ഫോറത്തിൽ ഇരട്ട പുരസ്കാരം നേടി സൗദി ലുലു ഗ്രൂപ്പ്. പോയ വർഷങ്ങളിലെ ലുലുവിന്റെ പ്രവർത്തന മികവ്, റീറ്റെയിൽ മേഖലയിൽ വരുത്തിയ കാലോചിതമായ മാറ്റങ്ങൾ, ഫുഡ് ആൻഡ് ഗ്രോസറി മേഖലയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണം, സ്റ്റാഫ് ട്രെയിനിംഗ് എന്നിവ മുൻനിർത്തിയാണ് അംഗീകാരങ്ങൾ ലുലുവിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനും സൗദിയിൽ 100 ലുലു ശാഖകൾ എന്ന ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും വേഗത വർദ്ധിപ്പിക്കുമെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. When we look at Saudi retail industry as a whole, and when you compare with other GCC countries in the West, out of the total consumption, what is happening in Saudi Arabia, currently 50% happen in organized retail, that is in modern trade. 50% of that is happening only in the unorganized sector. When you look at the 10 decades back, when Lulu as an organization entered Saudi market, 20% used to happen in organized sector and 80% unorganized sector. From 2010 to 2023, there is a 30% conversion. And when you look at the Vision 2030 document that drives the country forward, page number 57, they talk about retail also. There is a vision for retail. So they want to take the organized retail consumption to 80%. സൗദിയിൽ വളർന്നു വരുന്ന പുതുനഗരങ്ങളിലും ലുലുവിന്റെ സാന്നിധ്യമുണ്ട്. നിയോം, അറാംകോ, സൗദി നാഷണൽ ഗാർഡ് തുടങ്ങിയ മേഖലകളിൽ ലുലുവിന്റെ ശാഖകൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിക്ഷേപ രംഗത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പ്രമുഖ 4 കമ്പനികളുമായി ലുലു കരാറിൽ ഒപ്പുവെച്ചു. സൗദിയുടെ വൻ വികസനത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും കാഴ്ചപ്പാടുമാണ് റീറ്റെയിൽ ഫോറത്തിൽ പങ്കുവച്ചതെന്നും ഷഹീം മുഹമ്മദ് പറഞ്ഞു. മീഡിയ 1 റിയാദ്.